KSRTCയുടെ ഒരു പടക്കുതിര എന്ന് തന്നെ പറയാം. AC സീറ്റർ കം സ്ലീപ്പറാണ്. ബസ് കാണുമ്പോൾ തന്നെ ഒരു ആന ലുക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സീറ്റ് നമ്മൾ സാധാരണ ഒരു പ്രീമിയം ലെവൽ കാറിലൊക്കെ കാണുന്ന ഒരു സീറ്റാണ്. ട്രെയിനിൽ കയറുന്നേക്കാൾ സൂപ്പർ എളുപ്പത്തിൽ കയറാം. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് 2 പേർക്ക് കിടക്കാം. കിടന്നു നോക്കുകയാണ്. ആക്ച്വലി നമ്മളിവിടെ പില്ലോ ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. ഇതിലൊരു പില്ലോ ഇൻബിൽറ്റ് ഉണ്ട്. പിന്നെ AC വെന്റ് ഉണ്ട് എല്ലായിടത്തും. പിന്നെ പ്രൈവറ്റ് ലൈറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് KSRTCയുടെ ലിങ്ക് ബസ്സാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ്. ഇനി നമ്മുടെ KSRTCയുടെ ഓർഡിനറി ബസ്സാണ് കാണാൻ പോണത്. ഓർഡിനറി ബസ് ഇതാ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതാ ഇട്ടിട്ടുണ്ട്. സംഗതി നോക്കൂ, എയ്ച്ചറിൻ്റെ ബസ്സാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഓർഡിനറി ബസ്സൊന്നുമല്ല. അതിൽ നിന്നൊക്കെ ഓർഡിനറി ബസ്സിൻ്റെ അകത്തും ക്യാമറ വന്നിട്ടുണ്ട്. ഇനി ചാർജ് ചെയ്യാൻ പറ്റും. ഇനി അനാവശ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ റെക്കോർഡിംഗ് ഒന്ന് വിളിക്കണ്ട. ഇതിൽ മാത്രം ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം ചെക്ക് ചെയ്യാൻ മതി. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ്. ഇവിടെ KSRTCയുടെ ട്രാൻസ്പോ നടക്കുകയാണ് 2025. KSRTC ഇപ്പോൾ പുറത്തിറക്കുന്ന കുറേ പുത്തൻ പുലിക്കുട്ടികൾ. അതായത് നമ്മൾ എപ്പോഴും അറിയാമല്ലോ ആനവണ്ടി നമ്മുടെ KSRTC. അപ്പോൾ കുറേ പുതിയ ആനവണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുറേ അടിപൊളി മോഡൽ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത KSRTCയുടെ ഒരു മുഖമല്ല, ഇനി പുതിയൊരു മുഖത്തിലേക്ക് KSRTC മാറുകയാണ്. പുതിയ അടിപൊളി ബസ്സുകളുടെ ഒരു ഉദ്ഘാടനം, അതിൻ്റെ പ്രദർശനമാണ് ഈ കനകക്കുന്നിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പുതിയ ബസ്സുകളും ഇതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് KSRTCയുടെ ഒരു ബസ്സാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടനവധി ബസ്സുകൾ പല മോഡലിൽ ഇതോ അങ്ങ് അറ്റം വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബസ്സായിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മൾ കാണുന്നത് KSRTCയുടെ ലിങ്ക് ബസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് കോട്ടയം ഡിപ്പോയിലെ മനോജ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാറ്, എന്താണ് സാർ ഈ ബസ്സിന്റെ പ്രത്യേകത? ഇത് അശോക് ലൈലാൻഡിന്റെ മിനി ബസ്സാണ്. 4 സിലിണ്ടർ വണ്ടിയാണ്. 4 സിലിണ്ടർ. നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കും. ഇതിനകത്ത് 40 സീറ്റാണ് നമുക്കുള്ളത്. ഇത് ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കണ്ടാലോ സാർ? അപ്പോൾ ബസ്സിൻ്റെ ഒരു രീതി പറയുകയാണെങ്കിലേ, നമ്മൾ ഒരു പ്രീമിയം ലുക്ക് ഈ ബസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നമ്മൾ സാധാരണ കാണുന്ന ഒരു KSRTC ലുക്ക് അല്ല ഈ ഒരു ബസ്സിന്. ഫാസ്റ്റ് വന്നത് 4 സിലിണ്ടർ വണ്ടിയാണ്. 10 മീറ്റർ ആണ് ഇതിന്റെ നീളം. 10 മീറ്റർ 2 സീറ്റാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ അല്ലേ? പിന്നെ മൈലേജ് കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈലേജ് കൂടും. പിന്നെ TV ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാഫാണ്, സബിളാണ്. എല്ലാവരും കോട്ടയം സ്റ്റാഫാണോ? അല്ല, ഇവിടെയൊക്കെ ഉള്ളവരാണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന KSRTCയുടെ ഒരു സീറ്റല്ല, കുറച്ച് പ്രീമിയം ലെവൽ സീറ്റാണ്. ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ലോങ് ഡ്രൈവിനൊക്കെ അല്ലെങ്കിൽ ഒരു ലോങ് യാത്രയ്ക്കൊക്കെ പറ്റിയ സീറ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, നമുക്ക് സാധാരണ ഒരു ലെഗ് സ്പേസ് കുറവാണ് കേട്ടോ. ഇതിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരാളിരുന്നാലും കയറി പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഈ ഒരു ബസ്സിൽ നിന്ന് കിട്ടി. എന്തായാലും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. നമ്മൾ സാധാരണ കാണും പോലെയൊന്നുമല്ല. ഇതൊക്കെ കുറച്ച് പ്രീമിയമാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സംഗതികളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലിങ്ക് ബസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മനോജ് സാറേ, താങ്ക്സ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ നിന്ന് അടുത്ത ബസ്സിലോട്ട് പോകുന്നു. അപ്പോൾ ലിങ്ക് ബസ്സിൽ നിന്ന് നമ്മൾ അടുത്ത ബസ്സിലേക്കാണ്. അപ്പോൾ ഇതാണ് അടുത്ത ബസ്. ഇത് AC സീറ്റർ കം സ്ലീപ്പർ. അപ്പോൾ KSRTCയുടെ ഒരു പടക്കുതിര എന്ന് തന്നെ പറയാം. AC സീറ്റർ കം സ്ലീപ്പറാണ്. ബസ് കാണുമ്പോൾ തന്നെ ഒരു ആന ലുക്കൊക്കെ ഉണ്ട്. ഗുമ്മ ലുക്കാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ കാണുന്ന KSRTCയിൽ നിന്ന് അടിമുടി വ്യത്യാസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെ കാണാം. പൊള്ളി ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലുക്ക് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു KSRTCയുടെ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഇവിടെ നോക്കി നോക്ക്, ഫ്രണ്ടിൽ CCTV ക്യാമറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കയറി കാണാം. അപ്പോൾ KSRTCയുടെ നമ്മൾ പറഞ്ഞ പടക്കുതിര സംഗതി ഇതാ ഇവനാണ്. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് KSRTC കോട്ടയം ഡിപ്പോയിലെ ഇൻസ്പെക്ടർ അല്ലേ? ഇൻസ്പെക്ടർ ഹരീഷ് സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സാറേ ഈ ബസ്സിനെ കുറിച്ച് നമുക്കൊരു ഓവറോൾ പെട്ടെന്ന് പറയാൻ പറ്റിയത്? ഇത് പിന്നെ ഇരുന്ന് പോകാനായിട്ട് 34 പേർക്കും കിടന്നു പോകാൻ 16 പേർക്കും. അപ്പോൾ നമുക്കൊന്ന് കയറി കണ്ടല്ലോ. കയറി കാണാം. ഇത് നമ്മൾ ദീർഘദൂര സർവീസിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറ് ഫസ്റ്റ് ഒന്ന് വായംകുളൂർ, മംഗലാപുരം, അതേ പറഞ്ഞു.
അപ്പോൾ KSRTC നമുക്ക് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ഇറക്കിയ ഒരു സാധനമാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. AC നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വേറെ ലുക്കാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു എക്സ്ട്രാ പ്രീമിയം ലുക്ക്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരാം സാറേ. അപ്പോൾ ഈ ബസ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്? മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ബാക്ക് സീറ്റാണ്. നമുക്ക് കംഫർട്ടബിൾ ആണ്. ദീർഘദൂര യാത്ര ചെയ്താൽ നമുക്ക് യാതൊരുവിധ ശാരീരിക ക്ഷീണവും മറ്റൊന്നും ഉണ്ടാകത്തില്ല. ഒന്നും ഉണ്ടാവില്ല. ബാംഗ്ലൂർ ഫേസ് ചെയ്യുന്ന യാത്രക്കാരെയാണ് കൂടുതലും. അപ്പോൾ അവർക്കത് കൂടുതൽ ഗുണകരമാവും. അപ്പോൾ നമ്മുടെ സാറേ എൻ്റെ സീറ്റിൻ്റെ പ്രത്യേകത സാറ് തന്നെ ഒന്ന് ഇരുന്നൊന്ന് കാണിച്ചു. ഈ സീറ്റിൽ ഇരുന്ന് നമുക്ക് പിന്നെ നടുവേന അല്ലെങ്കിൽ ഉറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ബട്ടൺ അമർത്തുക. ബട്ടൺ അമർത്തി നമുക്ക് നന്നായിട്ട് മറിഞ്ഞ് ഇങ്ങനെ നല്ലൊരു സെമി സ്ലീപ്പറായിട്ട് ഉപയോഗിക്കാം. സെമി സ്ലീപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടവർക്കാണെങ്കിൽ മുകളിൽ നമുക്ക് അപ്സ്റ്റെയർ പിന്നെ ബെർത്തുണ്ട്. അപ്സ്റ്റെയർ ബെർത്തുണ്ട്. സാറേ അപ്പോൾ ഒരു സൈഡിൽ 2 സീറ്റും ഇവിടെ ഒരു സീറ്റും. അപ്പോൾ അനാവശ്യ സീറ്റ് കുത്തി നിറച്ചിട്ടില്ല. ഇല്ല. ആവശ്യത്തിനുള്ള ഇടയുണ്ട്. അതായത് ഒരു നല്ല ഒരു പിന്നെ എന്താ പറയുന്നത്, നല്ല നീളമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഇത് ഉണ്ടാവില്ല, എന്താ പറഞ്ഞ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഓക്കെ, അതാണ്. അപ്പം ഞാനൊന്നിരുന്ന് നോക്കണേ. ഇതെന്ന് പറഞ്ഞാൽ അപ്സ്റ്റെയർ ആണ്, അപ്സ്റ്റെയറിലേക്ക് പോകാനായിട്ടുള്ളത്. ഓക്കെ. നമ്മൾ സാധാ പോലെ അല്ല കേട്ടോ, നല്ലൊരു ഫിനിഷിംഗ് ആണ് വർക്ക്. പിന്നെ അതേപോലെ നല്ല സ്മൂത്ത് ആണ് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ സംഗതി. ഓക്കെ. പിന്നെ ഇതിൻ്റെ സീറ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് കവർ ഞാൻ ഒന്ന് പൊക്കാണ് സാറേ. ഇവിടെ നമുക്ക് സീറ്റ് പിടിക്കാനൊരു നല്ലൊരു ഇതുണ്ട്. ഒരു നല്ല 2 കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ നല്ല സൂപ്പർ ഒരു ഹാൻഡിൽ കേട്ടോ, ഒരു പ്രീമിയം ലുക്ക്. പിന്നെ ഇതാണ്ട് ആ സീറ്റിലൊരു ഹെഡ് റെസ്റ്റ്, അതൊരു വേറൊരു സംഗതിയാണ്. നമ്മൾ ഇങ്ങനെ ഒരു സീറ്റ് നമ്മൾ സാധാരണ ഒരു പ്രീമിയം ലെവൽ കാറിലൊക്കെ കാണുന്ന ഒരു സീറ്റാണ് അല്ലേ. പിന്നെ നമുക്ക് കാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചവിട്ടാം. പിന്നെ എല്ലാ സീറ്റിലും റീചാർജ് പോയിന്റ് ഉണ്ട്. നമുക്ക് മൊബൈൽ ചാർജർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, USB പോർട്ടും ഉണ്ട്. ആ USB കേബിൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ബെർത്തിലൊന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബെർത്തിലൊന്ന് കയറാണേ. ബെർത്ത് അടിപൊളിയാണ്. നമ്മൾ ട്രെയിനിൽ കയറുന്നേക്കാൾ സൂപ്പർ എളുപ്പത്തിൽ കയറാം. പിന്നെ മാട്രസൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു അടിപൊളി ഒരു സൂപ്പർ ലുക്ക്. അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് 2 പേർക്ക് കിടക്കാം. അപ്പോൾ മെയിൻലി സാറേ ഇങ്ങനെ കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണോ ഇങ്ങനെ? കപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അല്ലേ ഡബിൾ ബെർത്ത്. അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് ഒരു ടെൻഷനും ഇല്ല. അത് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു നല്ല ബാംഗ്ലൂർ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോകുന്നവർക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു വാഹനമാണ്. ഓക്കെ, ഞാൻ ഇതിലൊന്ന് കിടന്നു നോക്കുകയാണ്. ആക്ച്വലി നമ്മളിവിടെ പില്ലോ ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, ഇതിലൊരു പില്ലോ ഇൻബിൽറ്റ് ഉണ്ട്. അപ്പം നമ്മളിതിൽ വേണമെങ്കിൽ പുതയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. പിന്നെ AC വെൻ്റ് ഉണ്ട് എല്ലായിടത്തും. പിന്നെ പ്രൈവറ്റ് ലൈറ്റ് ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ലൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് കിടക്കുന്ന ആൾ നമ്മളെ വേഗത്ത് മുട്ടായിരിക്കും, അവിടെ ഒരു സെപ്പറേഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സാധനം ഇവിടെ വെക്കാം. അതുപോലെ വെള്ളം വെക്കാനുള്ള ഹോൾഡർ ഉണ്ട്. അപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KSRTC മാറുകയാണെന്ന് പറഞ്ഞാൽ അടിമുടി മാറി വേറെ ലെവലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കാൻ. തടിച്ച ആളാണെങ്കിൽ പോലും സ്വസ്ഥമായിട്ടിരുന്ന് പോകാൻ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യവും. പിന്നെ സാറേ ഈ സീറ്റിന്റെ ഒരു സ്പേസ് ഇല്ല, 2 സീറ്റിന്റെ ഇടയിൽ കുറച്ച് കൂടുതലല്ലേ? ഇട കൂടുതലാണ് 2 സീറ്റിന്റെ ഇടയ്ക്കുള്ള. അതായത് നന്നായിട്ട് കയറി പോകാം. അപ്പോൾ അതാ ഈ ഒരു സീറ്റ് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ഫ്രീ ആയിട്ടാണ് കയറുന്നത്. അതായത് നെറ്റ് ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട്. നമ്മൾ സാധാരണ ബസ്സില്ലേ നമ്മുടെ ചെസ്റ്റിൽ വന്നിരിക്കും ഇതിൻ്റെ സീറ്റ്. ഇത് അങ്ങനെ വരുന്നില്ല. ഇതങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും വളരെ യൂസ്ഫുൾ ആണ്, പിന്നെ ഗുണകരമാകുന്നതാണ്. സാറേ ഇതിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മ്യൂസിക് ഉണ്ടല്ലേ? ഉണ്ട്. ഇതിലും CCTV ക്യാമറ ഉണ്ട്. ഉണ്ട്. എല്ലാ ബസ്സിനും ഇപ്പം CCTV ക്യാമറയുണ്ട്. ഉണ്ടല്ലേ? ഇപ്പം ഒത്തിരി അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി CCTV ദൃശ്യങ്ങൾ ഏറ്റവും വലിയ ഗുണകരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ട ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയിരുന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിലും ലുക്കിൻ്റെ കാര്യത്തിലും എന്താ പറയുക കംഫർട്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഒരു പടി മുന്നിൽ തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ഈ ഒരു ബസ് തന്നെ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് സാറേ. അപ്പോൾ നമ്മൾ അടുത്ത ബസ്സിലോട്ട് പോവാണ്. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് KSRTCയുടെ. ഈ ബസ്സിന് നമ്മൾ ആ പഴയ സൂപ്പർ ഫാസ്റ്റുമായിട്ട് ഏകദേശം എവിടെയൊക്കെ ഒരു ചായ കലക്കിയ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ.
അതിൻ്റെ ഒരു പെയിൻറ്റിലും കാര്യത്തിൽ ആ ലുക്കിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ KSRTCയുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് സിബി സാറാണ്, കോട്ടയം ഡിപ്പോയിലാണ്. അപ്പോൾ സിബി സാറേ നമസ്കാരം. എന്തൊക്കെയാണ് സാറേ ഇതിൻ്റെ കുറിച്ച് പെട്ടെന്ന് പറയാനുള്ളത്? 49 സീറ്റാണ്. 49 സീറ്റ് കംഫർട്ടബിൾ യാത്രയാണ്. സീറ്റ് ഇതാണ്, പുഷ് ബാക്ക് സീറ്റാണ്. പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ പ്രീമിയം സൂപ്പറാണ്. പ്രീമിയം സൂപ്പർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നിരക്ക് നമ്മളെ സാധാ സൂപ്പറിൻ്റെ നിരക്ക് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടല്ലോ. ഓക്കെ, ഇതൊരു നോൺ AC ബസ്സാണ്. നമ്മൾ ആദ്യം കണ്ട ബസ് പോലെയാണ് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമ്മളെ സാധാ ബസ് പോലെയൊക്കെ തന്നെയാണ് അല്ലേ? പിന്നെ സീറ്റിൻ്റെയൊക്കെ ഒരു മോഡൽ വ്യത്യാസമുണ്ട്. പിന്നെ വൺ സൈഡ് ഇതിൽ 3 സീറ്റാണ്. പിന്നെ വൺ സൈഡ് നമ്മളെ പഴയ പോലെ ഡബിൾ സീറ്റ്. സാറേ എല്ലാ സീറ്റിലും റീചാർജ് പോയിന്റ് ഉണ്ടോ? എല്ലാത്തിലും ഉണ്ട്. റീചാർജ് ചെയ്യുന്നതിൻ്റെ എല്ലാ സീറ്റിലും എല്ലാത്തിലും ഉണ്ടല്ലേ? മൊബൈൽ റീചാർജ് ചെയ്യാം. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തായാലും ഉള്ളത്? പാട്ടുണ്ട്, സംഗീതമുണ്ട്, TV, ക്യാമറ ഉണ്ട്, അകത്ത് CCTV ഉണ്ട്. പിന്നെ ഇത് TV വർക്കിംഗ് ആണോ സാറേ? വർക്കിംഗ്, വെക്കാനൊക്കെ സ്ഥലമുണ്ട്. കംഫർട്ടബിൾ യാത്രയാണ്. പിന്നെ നമ്മൾ കാണുന്ന പോണൊക്കെ പുതിയ ന്യൂ മോഡൽ ബസ്സാണ്. നല്ല സുഖയാത്രയാണ്. KSRTCക്ക് ഒരു പുത്തൻ ഉണർവാണ് ഈ ബസ്. ഉണർവാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ KSRTC വീണ്ടും ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ഉപയോഗിക്കാൻ അടിമുടി മാറുകയാണ്. വേറെ ലെവലാണ് KSRTC. അപ്പോൾ യാത്രക്കാരൊക്കെ കൂടട്ടെ. ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റിയിലും കുറച്ച് പ്രീമിയത്തിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ സാറേ താങ്ക്സ്. ഓക്കെ, അപ്പോൾ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിൽ നിന്ന് നമ്മളിനി അടുത്ത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറും ഏകദേശം ഒരു ബസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഉള്ളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സൂപ്പർ ഫാസ്റ്റ് കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഏകദേശം സീറ്റും കാര്യങ്ങളും, പിന്നെ ഇതിലും മൊബൈലൊക്കെ റീചാർജ് ചെയ്യേണ്ട പവർ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് TV ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ കണ്ടെന്ന പോലെയൊക്കെ തന്നെയാണ്. സീറ്റൊക്കെ അങ്ങനെ എന്താ പറയുക, നല്ല ഗ്യാപ്പൊക്കെ ഉള്ള സീറ്റാണ്. വൺ സൈഡ് 3 ആണ്, വൺ സൈഡ് 2 ആണ്. പിന്നെ സീറ്റിൻ്റെ ഗ്യാപ്പൊക്കെ ഓക്കെയാണ്. പിന്നെ ആ ഒരു സീറ്റിൻ്റെ ഒരു രീതി മാറിയിട്ടുണ്ട്. നമ്മൾ ആ ഫാസ്റ്റ് പാസഞ്ചറിൽ കണ്ട സീറ്റ് തന്നെയാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കവർ ഞാൻ പൊളിച്ച് നോക്കില്ല. അപ്പോൾ ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ബസ് ഒന്ന് കാണാം. ഫാസ്റ്റ് പാസഞ്ചർ ബസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ KSRTCയുടെ ഓർഡിനറി ബസ്സാണ് കാണാൻ പോണത്. ഓർഡിനറി ബസ് ഇതാ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതാ ഇട്ടിട്ടുണ്ട്. സംഗതി നോക്കൂ, എയ്ച്ചറിൻ്റെ ബസ്സാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഓർഡിനറി ബസ്സൊന്നുമല്ല. അതിൽ നിന്നൊക്കെ മാറി മറിഞ്ഞ് അതിൻ്റെ ഫേസും ഒക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓർഡിനറി ബസ്സാണെന്ന് തോന്നുന്നു. മറ്റേതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. KSRTCയുടെ ഓർഡിനറി ബസ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് KSRTC പൂവാർ ഡിപ്പോയിലെ ബിജുപാൽ സാറാണ്. ബിജുപാൽ സാറേ നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് സാറേ നമ്മൾ KSRTCയുടെ ഓർഡിനറി ബസ്സിൻ്റെ കംപ്ലീറ്റ് ലുക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാറിന് എന്താണ് ഇത് ഇഷ്ടപ്പെട്ടോ? നേരത്തെ ഉള്ള ബസ്സാണെങ്കിൽ 51 സീറ്റാണ്. ഈ ബസ്സിലാണെങ്കിൽ 28 സീറ്റ്. പിന്നെ കയറാനും ഇറങ്ങാനും ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. മറ്റേതിൽ ഡോറ് വലിച്ചടയ്ക്കണം. ഇതിലാണെങ്കിൽ ഡോറ് ഓട്ടോമാറ്റിക് ഡോറാണ്. അതായത് നമ്മളിപ്പോൾ ഫാസ്റ്റ് പാസഞ്ചറിലെ കാണുന്ന ഡോർ അല്ലേ? ആ ടൈപ്പ് ഡോറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ചെറിയ ബസ്സാണ്. അതായത് നമ്മളെ ഇലക്ട്രിക് ബസ് പോലെ. ഇത് ഫ്യൂലാണ്, അതായത് ഡീസലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ബസ് ഒന്ന് കാണാം. ഇതിന് ലഗേജൊക്കെ വെക്കാൻ വേണ്ടി ഫ്രണ്ടിൽ സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ വേണമെങ്കിൽ ലഗേജ് വെക്കാം. പിന്നെ ചെറിയ മുടുക്കുകളിൽ കൂടെ പോകാൻ പറ്റും. പിന്നെ ഗ്രാമപ്രദേശത്ത് കൂടുതൽ കംഫർട്ട്, അതായത് വീതി കുറഞ്ഞ റോഡിൽ കൂടെ പോകാൻ കംഫർട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു സീറ്റ് കണ്ടക്ടർക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഈ വികലാംഗർക്കൊക്കെ വേണ്ടി വരുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് കയറി ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ലതാണ്. മറ്റു വണ്ടിയിലാണെങ്കിൽ കയറി വന്നോടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇത് കുറച്ചുകൂടെ കംഫർട്ടാണ്. പിന്നെ 28 സീറ്റാണുള്ളത്. 28 സീറ്റ്. ഓക്കെ. പിന്നെ എല്ലായിടവും പിടിക്കാൻ വേണ്ടി നമുക്ക് സീറ്റിന് ഡബിൾ സീറ്റാണല്ലോ. അപ്പോൾ ഇരിക്കുന്നവർക്ക് 2 പേർക്കും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മളത് നോട്ട് ചെയ്യണം കേട്ടോ. അതായത് നമുക്ക് ഒരു ഓർഡിനറി ബസ്സിൽ എനിക്ക് തോന്നുന്നു KSRTC ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഓർഡിനറി ബസ്സിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് വരെ ഈ സീറ്റുകളിൽ, അതായത് ഓരോ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലും
അപ്പോൾ നമ്മൾ മൊബൈൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ട അല്ലേ? പേടിക്കണ്ട. ഓക്കെ. പിന്നെ ഇത് ബോർഡല്ലേ സാറേ? ഡിസ്പ്ലേ അത് ഡിസ്പ്ലേ ബോർഡാണ്. ഓക്കെ. നമ്മൾ അതായത് ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ രാത്രി നമ്മൾ ദൂരെ ലോങ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തടത്ത് എത്തിയാലും നമുക്ക് ഡോറിന്റെ അവിടെ. പക്ഷെ നമ്മളെ KSRTC മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ നമുക്ക് ബസ്സിന്റെ ഫ്രണ്ടും ബാക്കും കാണാതെ തന്നെ ബസ് ഏത് റൂട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് സൈഡിലാണ്. ഡോറിന്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് കയറാം. സീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇരിപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഇരുന്നൊക്കെ നടുവൊക്കെ ഇരിക്കുന്ന ഒരു ഒരു എന്താ ഒരു പറയാ ഒരു പ്രീമിയം ടച്ച്. എന്തായാലും സീറ്റും ഒരു പ്രീമിയം ടച്ച് സീറ്റ് തന്നെ നമ്മൾ ഓർഡിനറി ബസ്സിൽ KSRTC കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സേഫ്റ്റിയുടെ കാര്യത്തിന് ഓർഡിനറി ബസ്സിന്റെ അകത്തും ക്യാമറ വന്നിട്ടുണ്ട്. ഇനി ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അനാവശ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ റെക്കോർഡിംഗ് പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇപ്പൊ കണ്ടക്ടർ ഇല്ല. ഇത് നമുക്ക് ഒരാളിന് പെട്ടെന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പറിൽ കൈ അമർത്തിയ മാത്രം മതി. ഓ വെരി ഗുഡ്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഇനി അവിടെ നിന്ന് കണ്ടക്ടറെ വിളിക്കാനുണ്ട്. കണ്ടക്ടർ ബാക്കി ഇരിക്കുകയാണ്. ഇവിടെ ഷൂ ഒന്ന് വിളിക്കണ്ട, വേണ്ട. ഇതിൽ മാത്രം ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം ഞെക്കിയാൽ മതി. അതേപോലെ ഒരു എമർജൻസി എക്സിറ്റ് ഒരു സ്വിച്ച് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും നമ്മുടെ ഓർഡിനറി ബസ് പുറകിലല്ല. KSRTC പൊളിയാണ്. ഇതെന്താ സാറേ? ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആരെങ്കിലും സുഖമില്ലാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യാകാല മുറിയുമല്ലോ, നമ്മൾ ഈ പെട്ടെന്ന് കുത്തിച്ചവിട്ടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിലൊന്ന് മരുന്ന് എപ്പോഴും പിന്നെ പാട്ട് കേൾക്കാം, TV കാണാം, സൗകര്യമുണ്ട്, പാട്ട് കേൾക്കാം. TV ഉണ്ട്. അപ്പൊ ഓർഡിനറി ബസ്സിൽ അങ്ങനെ TVയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പ്രവർത്തിക്കായിരിക്കില്ല? പ്രവർത്തിക്കും. അതിന് വേണ്ടിയുള്ള പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവീസ് തുടങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഓപ്പൺ എല്ലാം തന്നെ റെഡിയാവും. ഈ ഓർഡിനറി ബസ്സിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരും, തങ്കപ്പ സാറ് കോട്ടയം ഡിപ്പോയിൽ നിന്നാണ്, അവിടുത്തെ ഇൻസ്പെക്ടർ അല്ല. ഓക്കെ. ഇത് ബിജു സാറ് പൂവാർ ഡിപ്പോ തിരുവനന്തപുരം ജില്ല കണ്ടക്ടറല്ല. അപ്പോൾ രണ്ടുപേർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമ്മൾ KSRTCയുടെ ഓർഡിനറി ബസ്സും കണ്ടു. ഇനി നമ്മൾ ബാക്കിൽ 2 ബസ് കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട ബസ്സാണ്, ലിങ്ക് ബസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ സ്ലീപ്പർ ബസ്സാണ് അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ KSRTC മാറുകയാണ്, ഒരുപാട് തരത്തിൽ മാറുകയാണ്. ലോകോത്തര നിലവാരത്തിലാണ് നമ്മളെ KSRTC വരുന്നത്. പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മുടെ KSRTC ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനോടൊപ്പം നമുക്കും ചേരാം. അങ്ങനെ നമുക്ക് പുതിയ പുതിയ യാത്രാനുഭവങ്ങളൊക്കെ ഇനിയും കിട്ടട്ടെ. KSRTC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ മലയാളിയുടെ അഭിമാനമാണ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു വികാരമാണ് KSRTC. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.